ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്ക് ഒരു ട്രയാങ്കിളുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ബേസും ഹൈറ്റും കിട്ടണം, അതായത് ലംബവും പാദവും കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഫോർമുല ഉപയോഗിച്ചിട്ട് ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാം, അത് നമ്മൾ നോക്കും. രണ്ടാമതായിട്ട് നമുക്ക് ഈ ലംബവും പാദവും അല്ല തരുന്നത്, അതിനു പകരം ഈ ത്രികോണത്തിന്റെ 3 സൈഡുകളും തരുന്നു. അങ്ങനെ ആവുമ്പോഴും നമുക്ക് ഈ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുള്ള സൂത്രവാക്യവും ഫോർമുല എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. അപ്പൊ ആദ്യത്തെ കേസ്, ഈ ട്രയാങ്കിൾ ABC, അതിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ബേസ് AB, അതിന്റെ ലെങ്ത് 10 മീറ്റർ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് 4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാം? നമുക്ക് നോക്കാം. അതിന്റെ ഫോർമുല ഇതാണ്: ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അതായത് ബി എന്ന് പറഞ്ഞ ബേസ്, അതിന്റെ ലെങ്ത്, എച്ച് ഹൈറ്റ്. നമുക്ക് ഇവിടെ വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതിന്റെ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അതായത് ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞ 10 മീറ്റർ ഇൻറ്റു എച്ച് 4 മീറ്റർ. അങ്ങനെ ആവുമ്പോ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 40, that is 20/20 ആൻസർ. 40/2 20. 20 എന്താണ് യൂണിറ്റ്? ഇവിടെ മീറ്റർ തന്നു, അതുകൊണ്ട് മീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. എന്ത്? ബേസ് 10 മീറ്ററും ഹൈറ്റ് 4 മീറ്ററും തരാണെങ്കിൽ ഈ ഫോർമുല ഹാഫ് BH ഈ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുക. ട്രയാങ്കിൾ DEF, ഇതിന്റെ ഹൈറ്റ് നമുക്ക് അറിയില്ല, പക്ഷെ ബേസ് അറിയാം 5. പക്ഷേ ബേസ് മാത്രമല്ല, ഈ 3 സൈഡും FD എന്നുള്ള ലെങ്ത് 3ഉം DE എന്നുള്ളത് 5ഉം EF എന്നുള്ളത് 4 മീറ്ററുകളാണ്. ഇത് നമുക്ക് അറിയാം. അങ്ങനെ ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് ഫോർമുല ഉപയോഗിക്കാം? ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. അതിന് പകരം 3 സൈഡുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ സൂത്രവാക്യം എന്താണ്? ഏരിയ. അതിന് ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് S into S minus A into S minus B into S minus B. ഇതെന്താണ് എന്ന് പറഞ്ഞാൽ, എസ് എന്താണെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ A പ്ലസ് ബി പ്ലസ് C/2. അതായത് ABC എന്നുള്ളത് ഇതിന്റെ ഓരോ സൈഡുകളാണെങ്കിൽ ABC അതിന്റെ ആവറേജ് ആണ്. A പ്ലസ് ബി പ്ലസ് C/2 ആണ് S എന്നുള്ള വാല്യൂ. ഇനി അങ്ങനെ ആവുമ്പോൾ ഇത് നമുക്ക് ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. S ഈക്വൽ ടു A പ്ലസ് ബി പ്ലസ് C/2. അതായത് ഈ 3 സൈഡുകൾ കൂട്ടിയിട്ട് /2. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ S നമുക്ക് ആദ്യം കാണാം. S ഈക്വൽ ടു A പ്ലസ് ബി പ്ലസ് C/2. അതായത് A എന്ന് പറഞ്ഞാൽ 5, ബി എന്ന് പറഞ്ഞാൽ 4, സി എന്ന് പറഞ്ഞാൽ 3 /2. അത് എത്രയാണ്? 5 4 9, 9 3 12/2. അത് 6 മീറ്റർ. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി നമുക്ക് ഏരിയ കാണാം. ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് 6 ഇൻറ്റു S മൈനസ് A എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 6 മൈനസ്
5 into 6 minus b 4 into 6 minus 3. This is equal to root of 6 into 6 minus 5, 1. 6 minus 4, 2. 6 minus 3, 3. That is equal to root of 2 into 3, 6. 6 into 6. That is equal to square meter. അപ്പൊ ഇങ്ങനെയാണ് ഈ 3 സൈഡും ട്രയാങ്കിളിന്റെ തരാണെങ്കിൽ ഏരിയ കാണുന്ന ഇക്വേഷൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് ബി. എസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അത് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 6 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എച്ച് തന്നിക്കണം, ബേസ് തന്നു. അപ്പൊ നമുക്ക് ഹാഫ് ബി എച്ച് ഉപയോഗിച്ച് 20 മീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.